ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടാണ്. അത്യാവശ്യം നിഫ്റ്റി നല്ലൊരു സെൻറ്റിമെൻ്റ് ആണെന്ന് തുടർച്ചയായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതിലിടയ്ക്ക് കുറച്ച് ഡിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം കണ്ടിന്യൂ ആകുക തന്നെയായിരുന്നു ചെയ്തത്. 3-ാം തീയതിയാണ് ഡേറ്റ്. 3-ാം തീയതി നിങ്ങൾ നോക്കുക, കറക്റ്റ് സപ്പോർട്ട് തൊട്ട് അവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസിലേക്ക് പോയിക്കുകയാണ്. ആക്ച്വലി ഇതിന്ന് അത്രയാണ് മനസ്സിലാവണത് കേട്ടോ. സ്പോട്ട് ചാർട്ടെന്ന് സപ്പോർട്ടിലാണ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത്. ആ സപ്പോർട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് അടുത്ത റെസിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്തേക്കുകയാണ്. പക്ഷേ ഒരു സെൻറ്റിമെൻറ്റ് തന്നെയാണ് നാളെ ആണെങ്കിൽ വരാതിരിക്കണത്. എന്താണെന്ന് വെച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒന്ന് നിൽക്കുന്നുണ്ട് അവിടെ. നാളെ ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ പോലെ ഇരിക്കും അതിൻ്റെ CB ഒക്കെ കേട്ടോ. നമ്മളിന്ന് കുറച്ച് ട്രേഡുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 10:15 വരെ ട്രേഡ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ട്രേഡ് കിട്ടി തുടങ്ങിയത്. ഇത് 24,600 ആണ്. 24,600 4 ട്രേഡ് 5 ട്രേഡോളം വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് നോക്കി എടുക്കുക, എന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ട്രേഡോടെ വന്നത് ഒരു 20 പോയിൻറ്റ് 18 പോയിൻറ്റോളം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് വന്നത് SL ആണ്. മൂന്നാമത്തെ ട്രേഡ് ഫുൾ ടാർഗറ്റാണ്, 50 പോയിൻ്റാണ്. പക്ഷേ നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്യണ പോലെ ഇരിക്കും കാര്യം. അടുത്ത ഫുൾ ടാർഗറ്റ് മേ ബി ചിലവർക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. ഇനി കോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ മാത്രം അത് നിങ്ങളുടെ കയ്യിലിരിക്കും. അത് തന്നെയാണ് എവിടെയും മനസ്സിലായാൽ. 4-ാമത്തെ ട്രേഡിൽ 3-ാമത്തെ ട്രേഡും 4-ാമത്തെ ട്രേഡും ഏതാണ്ട് ഒരേപോലെയാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ആണെങ്കിൽ എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് എന്താണോ ചെയ്യുക. 5-ാമത്തെ വട്ടം കയറിയപ്പോഴാണ് ഇത് ഇങ്ങനത്തെ ഒരു സിനാരിയോയിലേക്ക് വന്നത്. 5-ാമത്തെ വട്ടം കയറുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ടൈം എടുത്തിട്ടാണ് കയറി പോയിക്കണത്. അതാണ് അടുത്ത പ്രശ്നം. അത്രയും ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിലാണ് ചെയ്തിട്ട് കയറുള്ളൂ. പാറ്റേൺ ഒന്ന് തന്നെയാണ്, നിങ്ങൾ എടുക്കുന്ന രീതിയാണ് അവിടുത്തെ കാര്യം കേട്ടോ. 10 പോയിൻറ്റ് സാക്രിഫൈസ് ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് പ്രോഫിറ്റിക്കൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് 80-200 ആണ്. 80-200 രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞ ഒരു 15 പോയിൻറ്റുള്ള SLലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് 15 പോയിൻറ്റുള്ള SL തന്നെയാണ്. 40 പോയിൻ്റാണ് സെൻസസിൻ്റെ SL. നമുക്ക് 15 പോയിൻ്റാണ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിൽക്കണത്. അതാണ് ഞാൻ 15 പോയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്. 15 പോയിൻറ്റ് SL തന്നെയാണ് അതിൽ പറഞ്ഞത്. പിന്നെ റീ എൻട്രി നമുക്കിവിടെ കാണാൻ പറ്റും. റീ എൻട്രി എന്ന് പറഞ്ഞ സെറ്റപ്പുകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആക്റ്റീവ് അല്ല. ഇനി ഇവിടെയും വേണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇതും ഉണ്ടാവാണ്ടിരിക്കാം, അറിയില്ല. 205 പിന്നെ ഈ ലെവലാണ്. അവിടെ നമുക്ക് കിട്ടില്ല. 243 പിന്നെയും കിട്ടില്ല. അതിൻ്റെ മുകളിലത്തെ പിന്നത്തെ രാവിലെ ഞാൻ കൊടുത്ത ലെവലാണ് 326. ഒരു 8 കൊടുത്ത ലെവലാണ് അത്. പക്ഷേ ആക്റ്റീവാണ്. അവിടെ നമുക്ക് പ്രോഫിറ്റ് വരും. അപ്പോൾ ട്രേഡ്സൊക്കെ നടക്കുന്നത് പ്രൈസിലാണ്. നല്ല എക്സാക്റ്റ് പ്രൈസിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് വരും. ഞാൻ എല്ലാ ദിവസവും പ്രോഫിറ്റ് വരുന്നല്ല പറയണത്. നിങ്ങൾക്ക് അറിയാം. ട്രേഡ് എടുക്കുമ്പോൾ ചിലവർ ഒരു ട്രേഡ് എടുക്കുന്ന ആൾക്കാരായിരിക്കും ഡെയിലി. ചിലവർ 2 ട്രേഡ് എടുക്കുള്ളൂ, ചിലവർ 3 ട്രേഡിൽ നിർത്തും. അങ്ങനെയൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ മേ ബി 3 ട്രേഡിലും ചിലപ്പോൾ ഒരു പ്രോപ്പർ പ്രോഫിറ്റിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ വൈകിട്ടാണ് അത്യാവശ്യം മൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുവരെ നോക്കിയിരിക്കേണ്ട വരും. അതൊക്കെ ഒരു പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതും കൂടി നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. ക്രൂഡ് ഓയിൽ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ക്രൂഡ് ഓയിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ക്രൂഡ് ഓയിൽ നല്ല മൂവ്മെൻ്റ് ആയിരുന്നു, പക്ഷേ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് കൊടുക്കണുള്ളൂ. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുന്നത് വേറെ ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി പ്രീമിയം കൂടുതലാണ്. പിന്നെ നമ്മൾ സംസാരിക്കണേലും അതിനെക്കുറിച്ച് പറഞ്ഞാലും കാര്യമില്ല. ആണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയാത്തത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. നിങ്ങൾ നന്നായിട്ട് ട്രേഡിങ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. എന്തായാലും നമുക്കൊരു ചാൻസ് ഞാൻ തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കുക. സമയമുള്ളവർക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലാത്തവർക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് സിഗ്നൽ ഗ്രൂപ്പുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്തായാലും നിങ്ങളുടെ മാത്രം വിഷയമാണ്. എൻ്റെ ഈ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് നിങ്ങൾക്കത് പഠിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നാളാണ്. ഓക്കെ, ബൈ.